ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഏറ്റവും വിവരം കെട്ട സ്ഥാനാർത്ഥി ആരെന്ന് ചോദിച്ചാൽ പലരും പല പേരുകൾ പറയുമെങ്കിലും പല പ്രതികരണങ്ങൾ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ പി സി ജോർജും അഖിൽ മാരണവും ഒക്കെ എന്ത് ബി ജെ പിയുടെ മറ്റൊരു കണ്ടെത്തലായിട്ടുള്ള ആതിര ചെറുപ്പക്കാരിയാണ്, യുവത്വമാണെന്നുള്ള പേരിൽ അവതരിപ്പിച്ചിരിക്കുന്നതാണ്. പല പ്രതികരണങ്ങളും കണ്ടു. പക്ഷേ കേരളത്തിലെ ജട്ടിക്കമ്പനി മുതലാളി സാബുവിനെ ന്യായീകരിക്കാൻ വേണ്ടി ഈ മഹത് വനിത പറഞ്ഞ വാചകം നിങ്ങൾ കേൾക്കണം. കേരളത്തിൽ എന്തുകൊണ്ടാണ് കിറ്റെക്സിനെതിരെ നടപടി എടുക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയത് എന്നതിനെ സംബന്ധിച്ച് തൊലി വെളുത്തിരിക്കുന്ന അഖില ലോക വിവരക്കേടിനെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഒന്ന് കേട്ടെ. സാബു സാറിന്റെ കാര്യം തന്നെ എടുത്താൽ കിറ്റെക്സ് 15,000-ലധികം പേർക്ക് ജോലി കൊടുത്തോണ്ടിരുന്ന സ്ഥലം ഒന്ന് ആലോചിച്ച് നോക്കിയേട്ടാ. ഒരു ഗ്രാമമാണോ? അല്ല, എനിക്ക് തോന്നുന്നു ഒരു നിയോജക മണ്ഡലത്തിലെ ആൾക്കാരുണ്ട്. അത്ര ആളുകൾക്ക് ജോലി കൊടുത്തോണ്ടിരുന്ന സ്ഥലമാണ് കിറ്റെക്സ്. അത് പോലും ഇവിടുന്ന് പല രീതിയിൽ അവർ മാറ്റാൻ അവരെങ്ങനെയൊക്കെ നോക്കിയിട്ടും കിറ്റെക്സ് അടച്ചു പൂട്ടാൻ പറ്റുന്നില്ല. ലാസ്റ്റ് എനിക്ക് ചേട്ടൻ അറിയുമെന്ന് എനിക്കറിയില്ല, കിറ്റെക്സ് അടച്ചു പൂട്ടാൻ അവർ കണ്ടുപിടിച്ച കാരണം എന്താണെന്നറിയോ? പണ്ടത്തെ പഴയ നിയമത്തിൽ, നമ്മുടെ രാജഭരണം ഉണ്ടായിരുന്ന സമയത്താന്ന് തോന്നുന്നു, ഉണ്ടായിരുന്ന നിയമത്തിൽ ഈ നമ്മൾ ഇതുപോലുള്ള വ്യവസായ സ്ഥലങ്ങളിൽ ഈ തുപ്പൽ കോളാമ്പി വേണം എന്നുണ്ടായിരുന്നു. അതൊരു മസ്റ്റായിരുന്നു. ഇവരുടെ അത് എവിടുന്നൊക്കെയോ തപ്പിപ്പിടിച്ചിട്ട് ഇവരുടെ ആ ഇൻഡസ്ട്രിയിൽ തുപ്പൽ കോളാമ്പി ഇല്ല. ആ പേരിലാണ് ആ സ്ഥാപനം, കിറ്റെക്സ് എന്ന സ്ഥാപനം, ഈ നാട്ടിൽ നിന്ന് അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിച്ചത്, അല്ലെങ്കിൽ അടച്ചു പൂട്ടിയത് എന്ന് പറഞ്ഞാൽ ചേട്ടൻ എന്താ തോന്നുന്നത്? പലതരം വിവരക്കേടിനെയും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും ചെറുപ്പത്തിലുള്ള ഒരു അഖില ലോക വിവരക്കേടിനെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. കേട്ടില്ലേ? കേരളത്തിൽ തുപ്പൽ കോളാമ്പി ഇല്ലാത്തതിന്റെ പേരിൽ ജട്ടിക്കമ്പനി മുതലാളിയുടെ സ്ഥാപനം അടച്ചുപൂട്ടാൻ സർക്കാർ ശ്രമിച്ചു അത്രേ. ഇപ്പോഴും രാജഭരണ കാലത്തെ തുപ്പൽ കോളാമ്പിയിൽ ഇരിക്കുന്നതേ ഉള്ളൂ വിവരക്കേട്. ഒന്ന് ആലോചിച്ച് നോക്കി. വലിയ വിദ്യാഭ്യാസം, കാണാൻ സുന്ദരി, വലിയ ഉന്നത കുലയാണ്. ആകെ യോഗ്യത ഇത് മാത്രമാണ്, തൊലിവെളുപ്പ്, ഉന്നത കുല. എന്ത് വിവരക്കേട്, എവിടെയും വിളിച്ചു പോവാനുള്ള തൊലിക്കട്ടി. ഈ 3 ബ്രാൻഡും ഉണ്ടോ അവർ സ്ഥാനാർത്ഥിയാകാൻ യോഗ്യതയാണ്. ഒരു വിഷയത്തെക്കുറിച്ച് എവിടെയെങ്കിലും ഒരിടത്ത് പ്രതികരിക്കുമ്പോൾ അത് നാട്ടുകാർ കേൾക്കുന്നതാണ്. ഏത് വിഷയത്തെക്കുറിച്ച് നമ്മൾ അഭിപ്രായം പറയുമ്പോഴും ഒരു വ്യക്തി മനസ്സിലാക്കേണ്ടത്, ഈ കേൾക്കുന്നവരിൽ നമ്മളെക്കാൾ അറിവുള്ള മനുഷ്യരുണ്ടാകാം. നമ്മൾ പറയുന്ന കാര്യത്തിൽ കുറച്ചെങ്കിലും കൃത്യത വേണം. എന്തൊരു കൃത്യത! അതായത് ജട്ടിക്കമ്പനി മുതലാളി സാബുവിനെതിരെ ആ കമ്പനിയിലെ തന്നെ ജീവനക്കാർ പ്രതിഷേധത്തിനും സമരത്തിനും രംഗത്തിറങ്ങിയത് തുപ്പൽ കോളാമ്പി ഇല്ലാത്തതിന്റെ പേരിലായിരിക്കും. ഈ കേരളത്തിൽ അടിസ്ഥാന ശമ്പളം പോലും കൊടുക്കാതെ, അതായത് മിനിമം 15,000 രൂപ കൊടുക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതിയിൽ പോയി ഹർജി നൽകി വിധി സമ്പാദിച്ച മഹാനായിട്ടുള്ള ജട്ടി മുതലാളിയെ കുറിച്ച് ഇത്രയും വാഴ്ത്തിപ്പാടണമെന്നുണ്ടെങ്കിൽ അഖില ലോക വിവരക്കേടിനല്ലാതെ മറ്റൊരു മനുഷ്യർക്കും കഴിയില്ല. പണമുള്ളവന്റെ മുന്നിൽ ഓച്ചാനിച്ച് നിന്ന് അവന് വാഴ്ത്തുപാട്ട് പാടാനുള്ള ആ കുലക്കഴിവുണ്ടല്ലോ, അത് പുതിയ തലമുറയിലുള്ളതിനും കിട്ടിയിട്ടുണ്ട്. ആധികാരികമായ അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ കേരളത്തിലെ PR മൈക്കുമായിട്ട് നടക്കുന്ന ചിലവന്മാർക്ക് അത് കേട്ടോണ്ടിരുന്നിട്ട് അതേപടി എടുത്ത് ടെലികാസ്റ്റ് ചെയ്യാനും ഒരു ഉളുപ്പുമില്ല. കാര്യം അങ്ങനെ ടെലികാസ്റ്റ് ചെയ്യുമ്പോഴും എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടായാലും കേൾക്കുന്നവർ ഈ മൈക്കും തൂക്കി ഇരിക്കുന്നവരെ കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന ആലോചനയില്ലല്ലോ എന്നുള്ളതാണ് ഏറെ ധർമ്മസങ്കടം. എന്തായാലും പുതിയ കാലഘട്ടത്തിൽ ഏതെല്ലാം തരത്തിലുള്ള വിവരക്കേടുകളാണ് സമൂഹത്തിൽ കിടന്ന് വിഹരിക്കുന്നത് നോക്കിയേ. ഒരു ആറാട്ടണ്ണനെ പോലെ തന്നെ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ വലിയ ശല്യമായി മാറുന്ന ആറാട്ടണ്ണി എന്ന് വേണമെങ്കിൽ പുതിയ സംഖ്യ കണ്ടെത്തലിനെ താരതമ്യം ചെയ്യാം. അമ്മാതിരി വിവരമാണ്. നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, പാച്ചാൻ പോയത് കൊണ്ട് അഥവാ പഠിക്കാൻ പോയത് കൊണ്ട് വിവരമുണ്ടാകണമെന്നില്ല. ആ വിവരമില്ലായ്മ എത്ര തീവ്രമാണ് എന്നതിന്റെ തെളിവ് കൂടിയാണ് ഒരു ഉളുപ്പുമില്ലാതെ, വസ്തുതയുമായ ഒരു പുലബന്ധവുമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ഇരുന്ന് പണ്ട് രാജഭരണ കാലഘട്ടത്തിലെ കോളാമ്പി ഇല്ല എന്ന കാരണവും പറഞ്ഞ് കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ ആ കോടതി അതെല്ലാം അംഗീകരിക്കുമെന്ന് വിചാരിക്കുന്ന ഈ വിവരക്കേടുകൾ എങ്ങാനും നമ്മുടെ ഭരണസിരാ കേന്ദ്രങ്ങളിലൊക്കെ എത്തിപ്പെട്ടാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. നമ്മുടെ നാട്ടിലെ ചില മനുഷ്യരുടെ ഈ തൊലിവെളുപ്പ് കാണിച്ച അയ്യോ വലിയ സംഭവമാണെന്ന് തോന്നിക്കുന്ന അതേപോലെ ഒരു കഴിവോ ഒരു ക്വാളിറ്റിയോ 10 പൈസയുടെ ബുദ്ധിയില്ലാത്ത ഇത്തരം ചില അവതാരങ്ങളെയാണ് സംഘപരിവാറുകാർ ഇക്കുറി വലിയ ബിൽഡപ്പ് കൊടുത്ത് നാട്ടിൽ സ്ഥാനാർത്ഥികളായി അവതരിപ്പിച്ചതെന്നുള്ള യാഥാർത്ഥ്യം നാട്ടുകാർ ഈ തെരഞ്ഞെടുപ്പ് കാലത്തിന് ശേഷമെങ്കിലും ഒന്ന് തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും.